എന്നോടൊപ്പം ഡൽഹി ബ്യൂറോ ചീഫ് ഉണ്ട് ഡി ധനസുമോദ്. ധനസുമോദ്, ഇന്നത്തെ ചർച്ചയുടെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചർച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 നേതാക്കൾക്കും കൃത്യമായിട്ടുള്ള സന്ദേശം നൽകുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? പുറത്തിറങ്ങി വന്ന നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വാചകത്തിലും അവരുടെ ബോഡി ലാംഗ്വേജിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഇതൊരു തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ പ്രഖ്യാപനം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നാണോ? അങ്ങനെയെങ്കിൽ ആ തീരുമാനത്തിൻ്റെ സൂചനകൾ അവൈലബിൾ ആണോ? ഈ മണിക്കൂറുകൾ നീണ്ട ഈ തീരുമാനത്തിൻ്റെ ഒടുവിൽ പോലും ഈ നേതാക്കന്മാരോട് ആരായിരിക്കും ഇനിയൊരു മുഖ്യമന്ത്രി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഇതാദ്യം ഇനി ഘടകകക്ഷികളോട് ഇക്കാര്യങ്ങൾ വീണ്ടും സംസാരിക്കേണ്ടതുണ്ട്. ഘടകകക്ഷികളെ പലതരത്തിലുള്ള ഒരു വേദനിപ്പിക്കുന്ന രീതികൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്, ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തേത്, ഈ തെരുവിലിറങ്ങിയുള്ള ഒരു പ്രകടനം വലിയ തരത്തിലുള്ളൊരു മോശം പ്രതിച്ഛായയാണ് പാർട്ടിക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം വലിയ തരത്തിലുള്ളൊരു മഹാവിജയത്തിൻ്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള ഒരു ചേരിതിരിഞ്ഞുള്ള ഒരു പ്രകടനമാണ് ഉണ്ടായിരുന്നത്. ഇത് നിയന്ത്രിക്കാൻ വേണ്ടി നേതാക്കന്മാർ ആരും ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഈ രാത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു കർശനമായ നിർദ്ദേശം അണികൾക്ക് കൊടുക്കണം. ഇന്ന് തന്നെ ഈ തരത്തിലുള്ള പോസ്റ്ററുകളും ബാനറുകളും ഈ വഴിയോരങ്ങളിൽ നിന്നും നീക്കം ചെയ്യണം. ഒരു കാരണവശാലും ഒരു തെരുവിലേക്ക് ഈ യുദ്ധം കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി ആര് എന്നുള്ളൊരു കാര്യം ഹൈക്കമാൻഡ് തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ ഈ ഇതിനകത്ത് ഘടകകക്ഷി നേതാക്കളുമായി ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞതാണല്ലോ. വീണ്ടും അവരോട് സംസാരിക്കുക എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന പ്രകാരമാണെങ്കിൽ ഘടകകക്ഷികൾ ഭൂരിപക്ഷവും ഒന്നുകിൽ വി ഡി സതീശനെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ആ കാര്യത്തിൽ എന്ത് തീരുമാനവും എടുക്കാം എന്ന നിലപാട് അറിയിക്കുകയോ ചെയ്തു. അപ്പോൾ അവരോട് വീണ്ടും സംസാരിക്കുന്നത് എന്തിനാണ്? അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു. അത് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാണോ? തീർച്ചയായും അവർ ചില കാര്യങ്ങൾ നിരീക്ഷകരോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും ഈ ഘടകകക്ഷികളെ പോലും കുറ്റപ്പെടുത്തുന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഘടകകക്ഷികൾ കോൺഗ്രസിൻ്റെ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ പല കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിലേക്ക് പോയപ്പോൾ ഘടകകക്ഷികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഒരു വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാകേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഹൈക്കമാൻഡ് പോകുന്നു. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഉണ്ടായേക്കാം ഈ പ്രഖ്യാപനമാണ്. അതോ ഇനി പിന്നെ അർദ്ധരാത്രി ഉണ്ടോ അറിയില്ല.